ഹലോ, നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കാൻ നേരം മാൻഗ്രൂവുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് മാൻഗ്രൂവുകൾ. അതായത് മാൻഗ്രൂവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പ് വെള്ളത്തിൽ കിളിച്ച് നിൽക്കുന്ന മരങ്ങൾക്കോ അല്ലെങ്കിൽ ചെടികൾക്കോ ആണ് മാൻഗ്രൂവുകൾ എന്ന് പറയുന്നത്. ഈ ഒരു പ്രദേശം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു കോസ്റ്റൽ റീജിയനോട് അടുത്തായിരിക്കും മാൻഗ്രൂവുകൾ കാണപ്പെടുന്നത്. അതായത് ഇത് പ്രകൃതി സംരക്ഷണത്തിലൊരു വലിയൊരു പങ്കാണ്. അതായത് എക്കോ സിസ്റ്റത്തിൽ ഏറ്റവും വലിയ ഒരു പങ്ക് വഹിക്കുന്നതാണ് മാൻഗ്രൂവുകൾ. അത് ഒരുപാട് പക്ഷികൾ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തൗസൻഡ്സ് ഓഫ് ബേർഡ്സിൻ്റെ ഒരു ആവാസ വ്യവസ്ഥയാണ്. അതുപോലെ തന്നെ മീനുകൾ, ആമകൾ ഒക്കെയുണ്ട്. എങ്കിലും ഇതിന് വലിയ എമൗണ്ടിൽ കാർബൺ അബ്സോർബ് ചെയ്യാനുള്ളൊരു പവർ കൂടി ഈ മാൻഗ്രൂവുകൾക്ക് ഉണ്ട്. അതുകൂടാതെ നമ്മൾ ഈ വലിയ തിരമാലകൾ വരുമല്ലോ, വലിയ തിരമാലകൾ, അതുപോലെ തന്നെ ചുഴലിക്കാറ്റുകൾ, മണ്ണൊലിപ്പ്, ഇതിനെയൊക്കെ കുറച്ചുകൊണ്ട് അതിൻ്റെയൊക്കെ ആഘാതത്തെ കുറയ്ക്കാനുള്ളൊരു കഴിവ് കൂടി മാൻഗ്രൂവുകൾക്കുണ്ട് കേട്ടോ. അപ്പോൾ വലിയ തോതിലുള്ള മണ്ണൊലിപ്പുകളെയൊക്കെ പ്രതിരോധിക്കാനും ഒക്കെയുള്ള ഒരു കഴിവുള്ള നല്ലൊരു മോർ പവർഫുള്ളായിട്ടുള്ളൊരു എക്കോ സിസ്റ്റമാണ് നമ്മൾ ഈ കാണുന്ന മാൻഗ്രൂവ്സ് എന്ന് പറയുന്നത്. ഈ മാൻഗ്രോവുകൾ അതായത് ട്രോപ്പിക്കൽ ആൻഡ് സബ് ട്രോപ്പിക്കൽ തീരപ്രദേശങ്ങളിലെ ഇടനാഴികൾ എന്നറിയപ്പെടുന്നുണ്ട്. അതായത് ഇൻ്റർ ടൈഡൽ സോൺസ് എന്ന് പറയും. ഇവിടെയാണ് മെയിനായിട്ടും ഈ മാൻഗ്രോവുകൾ വളരുന്നത്. അതായത് ഈ മാൻഗ്രോവുകൾ മെയിനായിട്ടും നമ്മുടെ ഈ ഉപ്പിനെ സഹിക്കാനുള്ള ചെടികളാണ് കേട്ടോ. ആ ഉപ്പ് വെള്ളത്തിൽ വളരുന്ന ഒരു തരത്തിലുള്ള മരങ്ങളും ചെടികൾക്കുമാണ് നമ്മൾ മാൻഗ്രോവുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ വെള്ളത്തിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത് കൊണ്ടാണ് നമ്മൾ മെയിനായിട്ടും വലിയ തിരമാലകൾ, അതുപോലെ തന്നെ ഈ ചുഴലിക്കാറ്റിനൊക്കെ പ്രതിരോധിക്കാനുള്ള ശക്തി ഇതിന് ഉള്ളത്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയ എമൗണ്ടിൽ കാർബൺ ഡൈ ഓക്സൈഡിനെ അബ്സോർബ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്നു.